സംസ്ഥാനത്തെ നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ച് 6 വർഷം പിന്നിട്ടിട്ടും രോഗനിരീക്ഷണത്തിൽ കേരളം ഏറെ പിന്നിലാണ്. ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാനും ആരോഗ്യവകുപ്പിനാകുന്നില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളും പൂർണ്ണമായും പാളുന്ന അവസ്ഥയാണ്. 2018 ആദ്യമായി കേരളത്തിൽ മരണം വിതച്ച നിപ വൈറസ് പടർത്തിയ ഭീതി അത്ര ചെറുതല്ല. അന്ന് 23 പേർക്ക് രോഗം ബാധിക്കുകയും 21 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പിന്നീട് 2019, 2021, 2023 വർഷങ്ങളിലും നിപ വൈറസ് സ്ഥിരീകരിച്ചു. ആകെ മരണം 23. നിലവിൽ വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ചതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് 6 വർഷം പിന്നിടുമ്പോഴും വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയാത്തത് ഗുരുതര വീഴ്ചയാണ്. ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാനും ആരോഗ്യവകുപ്പിനാകുന്നില്ല. വവ്വാലിൽ നിന്നാകാം വൈറസ് പടർന്നതെന്ന അനുമാനത്തിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പ് അന്നും ഇന്നും നൽകുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിപ കണ്ടെത്തിയതിന് പിന്നാലെ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വിദഗ്ധർക്ക് കഴിഞ്ഞിരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും നിപ വൈറസ് സാന്നിധ്യമുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി ഉറവിടം കണ്ടെത്തണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. രോഗം ബാധിച്ച് മലപ്പുറം സ്വദേശിയായ 14-കാരൻ 10 ദിവസത്തോളം ചികിത്സയിൽ തുടർന്നിട്ടും വൈറസ് സ്ഥിരീകരിക്കാൻ ഏറെ വൈകിയത് താഴെത്തട്ടിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ദൗർബല്യമാണ്. ജനം, തിരുവനന്തപുരം.